ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ മനുഷ്യർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. ഇപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഓരോരുത്തരുടെയും വിചാരങ്ങൾ വ്യത്യസ്തമാണല്ലോ. ഇപ്പം രണ്ട് കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്താഗതികൾക്ക് ഏകദേശം ഒരു സാമ്യം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ഒരു കൂട്ടുകാരാകുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പങ്കാളികളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ സമൂഹത്തിൽ നോക്കുവാണെങ്കിൽ ഒരു 30% ആൾക്കാർക്ക് ഇതിനോട് നല്ല താല്പര്യമുണ്ട്. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. മറ്റൊരു 30% ആൾക്കാർക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിലുള്ള സ്ത്രീയും പുരുഷനുമാണ് പങ്കാളികളായിട്ട് മാറുന്നതെങ്കിൽ അവിടെ ഒരു അസ്വസ്ഥത വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ജീവിതം അത്ര രസകരമായിരിക്കണമെന്നില്ല. ഇത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മുടെ കൂട്ടുകാരിൽ തന്നെയുണ്ട് അങ്ങനെയുള്ളവർ. ചിലർക്കാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാനും കേൾക്കാനും സംസാരിക്കാനും ഒക്കെ വളരെ താല്പര്യമാണല്ലോ. എന്നാൽ ചിലർക്കങ്ങനല്ല, അവർക്കിതിനകത്തൊരു രസവും കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വിഭാഗത്തിലുള്ള രണ്ട് പങ്കാളികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ യുവതിയെ സംബന്ധിച്ച് ഇതിനോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. വിവാഹത്തിന് മുമ്പ് തന്നെ മിക്കവാറും ദിവസങ്ങളിൽ സ്വയം ചെയ്യുമായിരുന്നു. എന്നാൽ പുള്ളിക്കാരനെ സംബന്ധിച്ച് ഇതിനകത്ത് അത്ര വലിയ താല്പര്യമില്ല. വിവാഹത്തിന് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. പുള്ളിക്ക് രണ്ട് സുഹൃത്തുക്കളുണ്ട്, അവരും അങ്ങനെ തന്നെയാണ്. എന്നാൽ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അത്യാവശ്യം സ്നേഹമൊക്കെ ഉണ്ട്. എന്നാൽ പുള്ളിക്കാരൻ്റെ പാഷൻ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ലാത്ത മറ്റ് ചില കാര്യങ്ങളുണ്ടല്ലോ, അതാണ്. അപ്പോൾ ഈ യുവതിയെ സംബന്ധിച്ചൊരു പ്രത്യേക സൗന്ദര്യമാണ്. ആര് കണ്ടാലും ഒന്ന് നോക്കും. എന്നുവെച്ചാൽ നമുക്കവരോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഇതിനകത്ത് ഓർക്കേണ്ട മറ്റൊരു കാര്യം, പുരുഷന്മാരെ സംബന്ധിച്ച് കഴിവില്ലായ്മയും താല്പര്യമില്ലായ്മയും രണ്ടും രണ്ടാണ്. ചിലരെ സംബന്ധിച്ച് നല്ല താല്പര്യമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ചിലർക്കാണെങ്കിൽ ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്, പക്ഷേ അതിനകത്ത് കൂടുതൽ താല്പര്യം കാണിക്കുന്നില്ല, ഒരലസ മനോഭാവം. അപ്പോൾ ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല പോസിറ്റീവാണ്, മറ്റ് കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഈ യുവതി അവരുടെ അകന്ന ബന്ധത്തിലുള്ളൊരു യുവാവുമായിട്ട് യാദൃശ്ചികമായിട്ട് പരിചയപ്പെടാനിടയായി. ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് ഇവർ തമ്മിൽ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതും പരിചയം പുതുക്കുന്നതുമൊക്കെ. പുള്ളിക്കാരന് മാരീഡാണ് കേട്ടോ, പക്ഷേ അന്ന് മുതൽ ഡെയിലി ഇവർ തമ്മിൽ ചാറ്റിംഗ് ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഒരു കാറ്റഗറിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇതേ സെയിം അവസ്ഥയാണ് പുള്ളിക്കാരനും. അപ്പോൾ ഒരു ദിവസം ഇവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, എവിടെയൊക്കെ പോകുന്നുണ്ട്, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. അതുപോലെ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവൻ നന്നായിട്ട് വർണ്ണിച്ച് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. എന്നുവെച്ചാൽ അവരെക്കുറിച്ച് അവർക്ക് പോലും അറിയാത്ത സൗന്ദര്യ കാര്യങ്ങൾ ഇവൻ പറയാറുണ്ട്. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അവരോട് അത്രയ്ക്ക് താല്പര്യമുണ്ട്, അതുപോലെ തന്നെ കെയറിങ്ങും ഉണ്ട്. അതുപോലെ ഇവനെ പരിചയപ്പെട്ടതിന് ശേഷം പങ്കാളിയായിട്ട് ചെയ്യാൻ പുള്ളിക്കാരി മുൻകൈ എടുത്തിട്ടില്ല, അതുകൊണ്ട് ചെയ്യാറുമില്ല. പക്ഷേ ആ യുവാവുമായിട്ട് സംസാരിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക സംതൃപ്തിയാണ്, സന്തോഷമാണ്. മെസ്സേജിന് വേണ്ടിയൊക്കെ ഇങ്ങനെ കാത്തിരിക്കും. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ ഇവരിവനെ വീട്ടിലോട്ട് വിളിച്ചു. അപ്പം നന്നായിട്ട് വിശന്ന് വരുന്നവർക്ക് അതനുസരിച്ചുള്ള സദ്യ കൊടുക്കണമല്ലോ, അതെല്ലാം ഇവർ കൊടുത്തു. ഇവൻ്റെ തീറ്റി കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇങ്ങനൊരു ചൂടൻ സദ്യ ആദ്യമായിട്ടാണ് ഇവൻ കഴിക്കുന്നതെന്ന്. അന്നത്തെ ദിവസം പലതരത്തിലുള്ള കലാപരിപാടിയായിരുന്നു. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഒരു കാര്യം ശക്തമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഏതെങ്കിലും വഴി കൂടെ അത് നേടിയെടുക്കും. അതുപോലെ നമ്മുടെ സെയിം കാറ്റഗറിയുള്ള ആളാണോ, നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പറ്റുന്ന ആളാണോ എന്നൊക്കെ 10 മിനിറ്റ് സംസാരിച്ചാൽ തന്നെ അറിയാൻ പറ്റും. അന്നത്തെ കലാപരിപാടിയുടെ റിസൾട്ട് ഉണ്ടല്ലോ, വൈകിട്ട് ചാറ്റിങ്ങിൽ കൂടെ 2 പേരും പറഞ്ഞു വിശദമായിട്ട്. അടുത്ത ഒരു ചാൻസിന് വേണ്ടി 2 പേരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്, ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ട്. അപ്പോൾ ആ യുവതി എന്നോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടാണ് പോകുന്നത്, ഫ്യൂച്ചറിൽ ഇതെന്തെങ്കിലും പ്രശ്നമുണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ അങ്ങനൊരു ചിന്ത സ്വാഭാവികമായിട്ടും വരുമല്ലോ. ആക്ച്വലി ഈ ഒരു ബന്ധത്തിനകത്ത് അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ ആവശ്യമെന്നുള്ളത് ശരിക്കും അറിയാം. അപ്പോൾ അവർ 2 പേരും മാനസിക തലത്തിൽ ഇതിനെ ഒരു പ്രത്യേക രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ അനുവദിക്കരുത്. തന്നെയല്ല, ഇവർ തമ്മിൽ എല്ലാ ദിവസവും ചാറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രണയം വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ തുടക്കത്തിലുള്ള മനസ്സിൻ്റെ ഒരവസ്ഥയുണ്ടല്ലോ, അത് തന്നെയായിരിക്കണം അവസാനം വരെയും. ഈ 2 വ്യക്തികളും ഇതിനകത്ത് അതീവ കോൺഷ്യസ് ആയിരിക്കണം. തന്നെയല്ല, ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്ക് 2 പേർക്കും ഉണ്ട്. നമ്മുടെ മനസ്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും ചില സമയത്ത് ശരിയാകണമെന്നുമില്ല.
അതുപോലെ ഈ 2 പേരിൽ ആർക്കെങ്കിലും ഒരാളെ സംശയം വന്നാൽ ഈ ബന്ധം അതോടെ സ്റ്റോപ്പ് ചെയ്യണം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.